ചേട്ടൻ എടുക്കുന്നില്ലല്ലോ. എടുക്കുന്നില്ല. ഞാൻ 100 തവണ വിളിച്ചാലും ചേട്ടൻ ഫോൺ എടുക്കില്ല. എന്നോട് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവും. ഞാനിനി ആരോടാ ചോദിക്കാൻ എന്റെ കൃഷ്ണ? പാറു, 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 നീ ഇത് ഏത് ലോകത്താ? ഇവൾക്ക് ആലോചിക്കാൻ 100,000 കാര്യങ്ങളുണ്ടാവും. ഇവളുടെ വഴിക്ക് വിടാനല്ലേ പറഞ്ഞത്? വിട്ടേക്ക് വീര. പക്ഷെ ഇവളുടെ ഈ ഇരിപ്പ് കാണുമ്പോ എനിക്ക് പേടിയാവാടി. ഒരുപാട് കാമുകിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ദിവസങ്ങളോളം കരയുന്ന ഒരു കാമുകിയെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ദേ പാറു, ഒരിക്കൽ കൂടി ഞാൻ പറയുക, നീ എന്തോ വലിയ ആപത്ത് വരുത്തി വെക്കുക. ദേ, ഇനി ഇവളോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നേരം വെളുക്കുന്നത് വരെ ചോദിച്ചോണ്ടിരുന്നാലും ഇവള് കേൾക്കാത്തതുപോലെ ഇരിക്കും. ഇനി ഇവളെ അങ്ങനെ വിടാൻ പാടില്ല. ഇവളുടെ ഭ്രാന്തിന്റെ കാരണം ആ പാഴ്സൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. വേണ്ട, മാറാനല്ലേ പറഞ്ഞ? എനിക്ക് അറിഞ്ഞേ പറ്റൂ. മാറാനല്ലേ പറഞ്ഞത്? വേണ്ട, വിട്ടേക്ക്. ഒരു പാഴ്സലിനും ഗന്ധർവൻ ഫ്രം അഡ്രസ് വെച്ചിട്ടില്ല. അവനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ അവന്റെ വീട്ടിൽ പോയി 4 എണ്ണം പൊട്ടിക്കായിരുന്നു. കൈവിഷം കൂടോത്രന്നൊക്കെ പറയുന്നത് സത്യമാണെങ്കിൽ അതുപോലെ എന്തോ അയാൾ അവളോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ അവളുടെ മനസ്സ് ഇങ്ങനെ മാറിപ്പോയത്. 4 എണ്ണം പൊട്ടിക്കേണ്ടത് ഗന്ധർവനെയൊന്നുമല്ല, നമ്മള് തന്നെയാ. അതിന് നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? നമ്മൾ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടല്ലേ പാറു ഗന്ധർവന്റെ പാഴ്സൽ വരുമ്പോ സന്തോഷിച്ചത്. ഇത് ടൗണാ, എല്ലാവരും ചതിക്കുമെന്നും പറഞ്ഞ് നമ്മൾ അവളെ പിന്തിരിപ്പിച്ചിരുന്നെങ്കിൽ അവൾ അനുസരിക്കുമായിരുന്നു. കാര്യങ്ങൾ ഇത്രത്തോളം വഷളാവുമായിരുന്നില്ല. ഇങ്ങനെയൊരു ചതി നമ്മൾ പ്രതീക്ഷിച്ചോ? ആയിഷ പറഞ്ഞതുപോലെ കൂടോത്രമാണോ കൈവിഷമാണോ ഒന്നും അറിയില്ല. പക്ഷേ അയാൾ അവളെ നന്നായി ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അവക്ക് എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നത്. Happy wedding anniversary, sir. Thank you. Happy anniversary, sir. Thank ഹാപ്പി you. വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് Oh, thank you. Happy anniversary. Happy anniversary, sir. Thank you. Happy returns of the day. Thank you. Welcome. Thank you. sir. ഹാപ്പി ആനിവേഴ്സറി. കരുണാകരൻ.
ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സർ. താങ്ക് യു സോ മച്ച്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാഡം. താങ്ക് യു. ആ കരുണാകര, വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആർക്കും ഒരു കുറവും വരുത്താതെ കരുണാകരൻ വേണം നോക്കാൻ. സാർ അത് പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എല്ലാവരും ഒരുപാട് തിരക്കുള്ളവരാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ സമയം കണ്ടെത്തിയല്ലോ. ഞാനും സീതയും നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. 30 വർഷം അത് ഒരു ചെറിയ കാലയളവല്ലെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ സത്യം പറഞ്ഞ വർഷങ്ങൾ കടന്നുപോയത് ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല. അന്ന് തുടങ്ങിയ സന്തോഷം ഇന്നും നിലനിർത്തി തരുന്ന ദൈവത്തോടാണ് ഞങ്ങൾ ആദ്യം നന്ദി പറയേണ്ടത്. ഞാനും സീതയെ ആഗ്രഹിച്ചതെല്ലാം ദൈവം ഞങ്ങൾക്ക് വരമായി തന്നു. ദൈവം ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ വരമാണ് ഞങ്ങളുടെ മകൻ കൈലാഷ്. ഹായ് സാർ. സാറിന്റെ മാഡത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് ക്ഷണം ലഭിച്ചത് തന്നെ എന്റെ വലിയൊരു ഭാഗ്യ. പക്ഷേ ഞാനത് ചോദിക്കാൻ പാടുണ്ടോന്നറിയില്ല. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ സാർ മാഡം എന്നോട് ക്ഷമിക്കണം. എന്താ കരുണാകര? നിങ്ങൾ 3 പേരൊന്ന് വന്നേ. സാറും മാഡവും മാത്രം ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച് നടന്നാൽ മതിയോ? ഇതുപോലൊരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ കൈലാസ് സാറിനും ആഗ്രഹം ഉണ്ടാവില്ല. കൈലാസ് സാറിന്റെ കല്യാണത്തെ കുറിച്ച് സാറും മാഡം എന്താ ആലോചിക്കാത്ത? ഞങ്ങൾ ആലോചിക്കാത്തോണ്ടാണോ? സമ്മതമാന്നൊരു വാക്ക് ഇവൻ പറഞ്ഞാ മതി. അടുത്ത ദിവസം ഈ മുറ്റത്തൊരു പന്തൽ ഉയരും. പക്ഷേ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഇവൻ കേൾക്കുന്നില്ല. 3-4 പെൺകുട്ടികളുടെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു, നല്ല സുന്ദരി പെൺകുട്ടികളുടെ ഫോട്ടോസ്. എന്നിട്ട് പോലും ഇവൻ അനുസരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇനി കഴിയുമെങ്കിൽ കരുണാകരൻ തന്നെ കൈലാഷിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്താ കൈലാഷ് സാറേ ഇത്? ഒരേ ഒരു മോനല്ലേ? കൈലാഷ് സാറ് കുടുംബമായിട്ട് കഴിയുന്നത് കാണാനും കൊച്ചുമക്കളെ ലാളിക്കാനും ഒക്കെ സാറിനും മാഡത്തിനും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതൊക്കെ ഞാനും പറഞ്ഞു മടുത്തു. എപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ഒരേ പല്ലവിയാ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും മമ്മി. ഇനി എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്നാ അതും കൂടി പറ. എന്നും പറയുന്ന പോലെ മാസങ്ങളും വർഷങ്ങളും ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഒരു അരമണിക്കൂർ, ജസ്റ്റ് ഹാഫ് ആൻ അവർ, അത്രയും വെയിറ്റ് ചെയ്താൽ മതി. അരമണിക്കൂറോ? അരമണിക്കൂറിനുള്ളില് നീ കല്യാണത്തിന് സമ്മതിക്കുന്നാണോ പറഞ്ഞു വരുന്നേ? ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാനുണ്ട്. ആ ഗസ്റ്റ് വന്നാലുടൻ നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം. ഒരു തീരുമാനം ഉണ്ടാക്കാം. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുമ്പോ? ആ, സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാ. ആളാരാണെന്ന് സർപ്രൈസ്. അയാള് എത്തിയാലുടൻ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനേ ഇപ്പൊ വരാം. എന്നാലും ആരായിരിക്കും അവൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ്?